നീ എന്തൊന്നും മിണ്ടാത്ത? അതെ, നമ്മള് രണ്ടുപേരും അവിടെ ഫ്ലാഷ് മോബ് കണ്ടു നിൽക്കുമായിരുന്നല്ലോ. അതെ, അതിനിപ്പോ എന്താ പറ്റിയത്? പെട്ടെന്ന് ആ ഫ്ലാഷ് മോബിന് മുൻപിലേക്ക് ഒരു കുഞ്ഞു മോൻ വന്നു. എന്റെ ഗൗത എന്തൊരു ഡാൻസ് ആയിരുന്നു അവനെന്നറിയോ? സത്യം പറഞ്ഞ അവനെ കണ്ടപ്പോ ഞാൻ എല്ലാം മറന്ന് നോക്കി നിന്നുപോയി ഗൗതം. ആ സമയത്ത് ഗൗതം എന്റെ അരികിൽ നിന്ന് പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല. നീ വല്ലാതെ വളച്ചുകെട്ടി വരികയാണല്ലോ. വിഷയത്തിലേക്ക് വാ നീ. ആ കുസൃതി കുട്ടനെ കണ്ടപ്പോ എന്റെ മനസ്സിലൊരാഗ്രഹം തോന്നി. എന്താഗ്രഹം? ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാ, അതായത് പിന്നെ പറ, കേൾക്കട്ടെ. അത് പിന്നെ ഞാൻ പറയട്ടെ. ഗൗതം, ആ മോനെ ഞാൻ വീണ്ടും കണ്ടു. അവൻ ഇവിടെ നിന്ന് കളിക്കുവാ. നീ സബ്ജക്റ്റിലേക്ക് വാ നിധി. ഹലോ നിധി, നീ എന്താ മിണ്ടാത്തത്? അയ്യോ അയ്യോ ഗൗതം, മോന്റെ സ്വിമ്മിംഗ് പൂളിൽ വീണു. ഓടി വാ. അയ്യോ മോനെ, അയ്യോ ആരെങ്കിലും ഓടി വരണേ. അമ്മേ, അയ്യോ വേഗം ആരെങ്കിലും ഓടി രക്ഷിക്കടാ. അയ്യോ മോനെ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ രക്ഷിക്കണേ അമ്മേ, എന്റെ മോൻ. മോനെ, അയ്യോ ചേട്ടാ, ചേട്ടാ ഒന്ന് നോക്കി നിൽക്കാതെ രക്ഷിക്ക്. അയ്യോ എന്റെ മോൻ. അയ്യോ മോയോ. അയ്യോ അയ്യോ എന്റെ അയ്യോ മോൻ. ആരെങ്കിലും ഒന്ന് സഹായിക്ക്. നീ കൊല്ലുന്ന അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വാ. മോനെ, ചേട്ടാ മോനെ. ചേട്ടാ നോക്കി നിൽക്കാതെ ഒന്ന് രക്ഷിക്ക്. മോനെ മോളെ. അയ്യോ മോളെ എണീക്ക് മോളെ. മോളെ ഗൗതം, ഗൗതം മോനെ. അയ്യോ എന്റെ ദൈവമേ, മോനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. അയ്യോ അയ്യോ മോനെ ഗൗതം. ഗൗതം പെട്ടെന്ന് വാ. മോനെ, വാ. മോനെ മോനെ. ചേട്ടാ മോൻ. ചേട്ടാ നമ്മുടെ മോൻ. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാം. ശരി സാർ. ഇത്രയും പേര് നോക്കി നിന്നിട്ടും ആ സമയത്ത് വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ സാറിനെ തോന്നിയുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പലരും പകച്ചു പോകും, അതാണ് പ്രശ്നം. എന്തായാലും മോന് കുഴപ്പമൊന്നുമില്ല, അത് മതി. വാ ഗൗതം, മുറിയിൽ പോയി ഫ്രഷ് ആവാം. ഏയ്, എന്താ? നീ ആ സബ്ജക്റ്റ് പറഞ്ഞില്ലല്ലോ. ഏത് സബ്ജക്ട്? ആ മോനെ കണ്ടപ്പോ നിനക്ക് എന്താ തോന്നിയത്? അത് പിന്നെ എനിക്ക് എത്രയും വേഗം അതുപോലൊരു മോനെ വേണമെന്ന് തോന്നി ഗൗതം. ആ വലുപ്പത്തിലും രൂപത്തിലും ഒരു മോൻ പാടാണ്, അതും എടുപിടിയെന്ന്. പോടുന്നു. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. എത്രയും വേഗം നിന്റെ ഈ ആഗ്രഹം നമ്മൾ സാധിച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് നമുക്കുണ്ടാക്കാം. എന്താ പോരെ? ആളുകൾ കാണും. ഔട്ടിങ്ങിന് പോയ ആൾക്കാരെ ഇതുവരെ കാണുന്നില്ലല്ലോ ഏട്ടത്തി. ഗൗതമിനെ ഞാനൊന്ന് വിളിച്ചു നോക്കി,
കോള് പോകുന്നില്ല. ഇനി ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണോന്നും അറിയില്ല. അവൾ അവനെയും വിളിച്ചുകൊണ്ട് പോയതല്ലേ, അതിന്റെ ഒരു പേടി. അല്ല, അവരുടെ കാര്യത്തിൽ നീ എന്തിനാ വസു ടെൻഷൻ ആവുന്നത്? ഹ, ആരുടെ കാര്യത്തില്? നിധിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്റെ ടെൻഷൻ മുഴുവൻ ഗൗതമിന്റെ കാര്യത്തിലാ. അവളുടെ കൂടെയല്ലേ അവൻ പോയിരിക്കുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? ഏട്ടത്തി ഏട്ടന്റെ ഭാര്യയായി വന്നപ്പോ എന്റെ ഏറ്റവും വലിയ സന്തോഷം നാത്തൂനായി വന്നത് ഒരു ശുദ്ധ ഹൃദയക്കാരിയാണല്ലോ എന്നുള്ളതാ. പക്ഷേ പെണ്ണുങ്ങൾ ഇത്രയ്ക്കങ്ങ് ശുദ്ധ ഹൃദയരാവരുത് ഏട്ടത്തി. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഈ പ്രകൃതമില്ലേ, അതാ ഏട്ടത്തിക്ക് എന്നും ദോഷം വരുത്തി വെച്ചിട്ടുള്ളത്. വിഷസർപ്പങ്ങളെ കണ്ടാൽ തിരിച്ചറിയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കൽ കടി കൊണ്ടാലെങ്കിലും ആ തിരിച്ചറിവും ബോധവും ഉണ്ടായേ പറ്റൂ ഏട്ടത്തി. നീ എന്താ വസു ഉദ്ദേശിച്ചത്? അതും ഇനി ഞാൻ വിശദീകരിക്കണോ? മുറിവേറ്റ വന്യമൃഗമാണ് നിധി. അവളിനി എന്തും ചെയ്യും. ഉദ്ദേശങ്ങളെല്ലാം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ദേഷ്യത്തിലാണ് അവള്. ഗൗതമിനെയും വിളിച്ച് പുറത്തു പോയിരിക്കുന്നത് എന്തിനാണെന്ന് ആർക്കറിയാം. ഞാൻ ഗൗതമിനെ വിളിച്ചോണ്ടേയിരുന്നത് അതുകൊണ്ടാ. സത്യം പറഞ്ഞ അവന്റെ ജീവന് പോലും ആപത്താണോ എന്നുള്ള പേടിയാ എനിക്കിപ്പോ. ഒന്നിനും മടിക്കാത്തവളാ നിധി. ഈ ഡ്രസ്സ് ഗൗതമിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ആഹാ, കാറിലിരിക്കുന്ന നനഞ്ഞ ഡ്രസ്സ് കൂടെ എടുത്തോ. അയ്യോ, അത് ഞാൻ മറന്നു. ഇപ്പൊ എടുക്കാം. വാ. ഡാ, നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു? നീ എന്താ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നേ? അങ്ങനെ ആവർത്തിച്ച് കിടന്ന് വിളിക്കാനും വേണ്ടി എന്ത് അത്യാവശ്യമായിരുന്നു ഇവിടെ? എന്താ അമ്മേ, അമ്മയ്ക്ക് വയ്യായിക വല്ലതും ഉണ്ടായിരുന്നോ? ആശുപത്രി പോണോ? ഓഹോ, ഏട്ടത്തിക്ക് എന്തെങ്കിലും വയ്യായിക വരുന്നത് മാത്രമാണോ ഇവിടുത്തെ അത്യാവശ്യം? ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഇവളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് കാണാതിരുന്ന നിന്നെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? അയ്യോ വേണ്ടായേ. കാണിച്ചിടത്തോളം ഉള്ള ഉത്തരവാദിത്വവും തന്നിടത്തോളം ഉള്ള സ്നേഹവും ഒക്കെ തന്നെ ധാരാളം. അതുകൊണ്ട് തന്നെ തൃപ്തിയായിട്ടിരിക്കുക. വാ നിധി. അല്ല, നീ ഇവിടുന്ന് പോയപ്പോ ഈ ഡ്രസ് അല്ലായിരുന്നല്ലോ ഇട്ടോണ്ട് പോയത്. പിന്നെന്താ ഇടയ്ക്ക് വെച്ച് മാറ്റിയത്? ആഹാ, അപ്പൊ ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സിന്റെ നിറം വരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടല്ലേ?